ഈ പുസ്തകം ഇങ്ങനെ എഴുതുന്നു വന്നപ്പോഴാണ് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. തീർച്ചയായും അതെല്ലാം കൂടി ചേർന്നാൽ തന്നെ വീണ്ടും ഒരു പുസ്തകത്തിൻ്റെ സാധ്യതയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും എഴുതി ചേർക്കാനുണ്ടാകാം. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കുറേ കാര്യങ്ങളാണ് വിദ്യാർത്ഥി ജീവിതം മുതൽ ഇന്ന് വരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലെ കുറേ അനുഭവങ്ങളാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ അന്ന് പാർട്ടിക്കെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ ഈ പുസ്തകത്തിൽ ഇപ്പം ഉന്നയിക്കുന്നുണ്ട് എന്നൊക്കെയാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം രാഷ്ട്രീയം എന്ന് പറയുന്നത് ആത്മവിമർശനം കൂടിയാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇതാണ് എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ, അത് പാർട്ടിയായാലും സ്വയമായാലും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കരുതാമോ? ഇതൊക്കെ എതിരാളികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എന്നെ വ്യക്തിഹത്യ നടത്താൻ, അതുവഴി പാർട്ടിയെ ദുർബലപ്പെടുത്താൻ, പാർട്ടി പ്രവർത്തനങ്ങളെ തകർക്കാനുള്ള, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താനുള്ള വലതുപക്ഷ ശക്തികളുടെയും പിന്തിരിപ്പ ശക്തികളുടെയും ആസൂത്രിതമായൊരു പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലൂടെ വരുന്നത്. അവർ ഇത്തരം ഒരുപാട് പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഘട്ടത്തിൽ ഞാൻ തൃശ്ശൂരിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി കുറേ കാലം അവിടെ പ്രവർത്തിച്ചിരുന്നു. ശോഭാ സിറ്റിയിൽ എനിക്ക് വീടുണ്ട് എന്ന് എഴുതി പ്രചരിപ്പിച്ചതാണ്. പ്രമുഖ പത്രം തന്നെയാണ് എഴുതിയത്, ലേഖൻ തന്നെയാണ് എഴുതിയത്. എൻ്റെ വീട്ടിന് മുമ്പിൽ സ്വിമ്മിംഗ് പൂളുണ്ട് എന്ന് വരെ എഴുതി. നിങ്ങളൊരു ജാവേദ്കറുടെ കഥയുണ്ടാക്കിയില്ലേ? എന്തൊക്കെ കഥയുണ്ടാക്കി, ഏതെല്ലാം തരത്തിലുള്ള കഥകളുണ്ടാക്കി. ആ കഥകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ശക്തമായ ഇടതുപക്ഷ വിരുദ്ധ റാക്കറ്റാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ, അതിൻ്റെ പ്രവർത്തകന്മാരെ തകർക്കാൻ വ്യത്യസ്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് എനിക്ക് നേരെ നടത്തിയിട്ടുള്ള ഈ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം. അതെല്ലാം ഞാൻ ഈ പുസ്തകത്തിലൂടെ ഒരു ഭാഗം പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഇ.പി. എന്നൊരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയായിരുന്നു, എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലേ? തീർച്ചയായിട്ടും അത് സാധിക്കും. ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഈ ഒരു പുസ്തകം കൊണ്ട് പൂർത്തിയാകില്ല എന്നാണ് ഇപ്പോൾ ഞാൻ കണ്ടെത്തിയത്. ഞാൻ ഈ പുസ്തകം ഇങ്ങനെ എഴുതുന്നത് വന്നപ്പോൾ തന്നെ ഒരുപാട് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ എന്നോടൊന്നിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചിട്ടുള്ള ആളുകൾ, പലരും എന്നോട് വന്ന് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകത്തിലൊക്കെ അതുണ്ടോ എന്ന് വന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ പറയുന്നൊരു കാര്യം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നുകൂടി ഒരു പുസ്തകം കൂടി തയ്യാറാക്കണം, ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ പുസ്തകത്തിൽ വന്നു എന്നൊന്നും ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ല, ഒരിക്കലുമില്ല. എൻ്റെ ഓർമ്മകളിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചു. ഇനി ഇതോടുകൂടി കുറേ കൂടി ഓർമ്മകളും അറിവുകളും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വരുന്നതെല്ലാം ഞാനിപ്പോൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. തീർച്ചയായും സാഹചര്യമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഒരു പുസ്തകം കൂടി എഴുതാനൊന്നും വിഷമമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇതിപ്പോൾ ഒരു പുസ്തകം വായനക്കാരനിലേക്ക് എത്തുമ്പോൾ അത് വായിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അറിയാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതാണ് എൻ്റെ ജീവിതം നാളെ വായനക്കാരിലേക്ക് എത്തുകയാണ്. അത് വായിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് അതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ്റെ പുസ്തകം കൂടിയാകുമ്പോൾ എന്തൊക്കെ നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ടാകും? എന്നെ ആക്രമിച്ച് തകർക്കാൻ നടത്തിയിട്ടുള്ള ഒട്ടനവധി പ്രചാരവേലകളുണ്ട്. ആ പ്രചാരവേലകളെല്ലാം ഇത് വായനയിലൂടെ ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കും. ഈ വേട്ടയാടലിൻ്റെ പിന്നിലുള്ള ശക്തികളെ തിരിച്ചറിയാൻ സാധിക്കും എന്ന് മാത്രമല്ല, എന്തായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തകൻ, ആ പ്രവർത്തകൻ നേരിടുന്ന ആക്രമണങ്ങൾ എത്ര വലുതാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തക്ക നിലയിലാണ് പുസ്തകം. അതുകൊണ്ട് അത് പ്രകാശനം ചെയ്യുകയാണ് നാളെ വൈകുന്നേരം 4 മണിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ആദരണീയനായിട്ടുള്ള പിണറായിയാണത് പ്രകാശനം ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചെറുകഥാകൃത്ത്, ചെറുകഥയുടെ കുലപതി എന്ന് തന്നെ പറയാം, അദ്ദേഹമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. ആ പരിപാടിയിലാകട്ടെ
വ്യത്യസ്ത മേഖലകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. MP രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ കുഞ്ഞാലിക്കുട്ടി, ശ്രേയസ് കുമാർ, പന്ന്യൻ രവീന്ദ്രൻ, പിന്നെ എഴുത്തുകാരി രാജശ്രീ, പിന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ്. ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലുള്ള ഒട്ടനവധി പേര് ഈ പുസ്തകവുമായി, അതുപോലെ തന്നെ മുൻ ഗവർണറായിട്ടുള്ള ശ്രീധരൻ പിള്ള, അവരൊക്കെ ഈ പരിപാടിയിൽ സംബന്ധിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യമായി എഴുതി പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകമാണ്. അതെൻ്റെ ജീവചരിത്രം തന്നെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ ജീവചരിത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ നിർബന്ധിക്കപ്പെട്ടത്? എന്നെക്കുറിച്ച് എന്നെ ആക്രമിച്ച് തകർക്കാൻ ശ്രമിക്കുന്ന, പാർട്ടിയെ ആക്രമിച്ച് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി വിരുദ്ധ ശക്തികൾ, ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ, അവർ സൃഷ്ടിക്കുന്ന പുകമറയെക്കുറിച്ച് ജനങ്ങൾക്കൊരു ജാഗ്രതയുണ്ടാക്കാനും സത്യങ്ങൾ തിരിച്ചറിയാനുമുള്ള ഒരു പ്രചോദനമായിരിക്കും ഈ പുസ്തകം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതി തയ്യാറാക്കി കേരളത്തിൻ്റെ മുമ്പിൽ, മലയാളത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഓക്കെ, തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ EP ജയരാജൻ, പുതിയ പുസ്തകത്തിൻ്റെ വിവരങ്ങൾ മീഡിയ വണ്ണുമായി പങ്കുവച്ചതിന്. മീഡിയ വണ്ണിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ മാധ്യമരംഗത്തെ ഒരു പ്രത്യേകതയുള്ള മാധ്യമമാണ്. ആ മാധ്യമം അതിൻ്റെ മാധ്യമധർമ്മം നിർവഹിക്കുന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് EP ജയരാജൻ.